ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ലോകം പ്രതീക്ഷിച്ചിരുന്ന മഹായുദ്ധത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി. ബഹ്റൈനിലെ അമേരിക്കയുടെ അഞ്ചാം നാവികപ്പട എന്ന അമേരിക്കയുടെ പ്രസ്റ്റീജ് സൈന്യത്തെ ഇറാൻ തകർത്തു. അഞ്ചാം നാവികപ്പട ചിന്നിച്ചിതറി പല ഭാഗത്തായി അവശേഷിച്ചു. അഞ്ചാം കപ്പൽപ്പടയെ തകർത്തുകൊണ്ട് ഇറാൻ തങ്ങളുടെ യുദ്ധവീര്യം തെളിയിച്ചു. ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുകയാണ്. ഒരേ സമയം അമേരിക്കയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യേണ്ട അവസ്ഥ. രണ്ട് വൻ ശക്തികൾക്കിടയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇറാനിൽ. രണ്ട് വൻ ശക്തികൾക്കൊപ്പം യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് ഇറാൻ ഭരണകൂടം മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞു. ഖൊമൈനിയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം എന്നും ഇറാൻ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞു. അത് ലാക്കാക്കിക്കൊണ്ട് തന്നെ ഖൊമൈനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഇറാൻ. IRGCയുടെ തന്ത്രപ്രധാനമായ മേഖലകളിലാണ് ഇസ്രായേൽ രാവിലെ ഏകപക്ഷീയമായ ആക്രമണം നടത്തിയത്. അതിന് ശക്തമായ തിരിച്ചടി ഇറാൻ നൽകിയിരിക്കുന്നു. ഇറാൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. തങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു കടന്നുകയറ്റം ഉണ്ടായാൽ, ഒരു കടന്നുകയറ്റത്തിൻ്റെ സാധ്യത ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അത് അതേപടി തന്നെ സംഭവിച്ചു. ബഹ്റൈനിലെ അമേരിക്കയുടെ അഞ്ചാം കപ്പൽപ്പടയെ തകർത്ത് തരിപ്പണമാക്കി ഇറാൻ. ഇതുവരെയുള്ള വാർത്ത അനുസരിച്ചാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും പോരാ ഇറാനോട് മുട്ടാൻ. രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിന് ആയുധ സാമഗ്രികൾ ഒരുപാട് ഉണ്ട്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ രീതിയിൽ തന്നെ പോകട്ടെ എന്നാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഒരു നയതന്ത്ര ചർച്ചയ്ക്കും ഇനി ഇറാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അത്ര ചതിയാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനോട് കാണിച്ചത്. അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ ആക്രമണം നടത്തുന്ന രീതി. ആക്രമണം നടത്തുമ്പോൾ ഇറാൻ സൈന്യം ചിന്നിച്ചിതറുമെന്നും ഇറാൻ ഭയപ്പെടുമെന്നും കരുതിയ അമേരിക്കയ്ക്കും ഇസ്രായേലിനും തെറ്റി. ആ തെറ്റലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ബഹ്റൈനിലെ അഞ്ചാം നാവികപ്പട, അമേരിക്കയുടെ അഞ്ചാം നാവികപ്പട തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇറാൻ. ഇറാൻ്റെ ശക്തി ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. റഷ്യയും ചൈനയുമൊക്കെ അമേരിക്കയ്ക്കെതിരെ ഒളിച്ചു നിന്ന് യുദ്ധം നടത്തുന്നുണ്ടെങ്കിലും നേരിട്ട് വന്ന് യുദ്ധം നടത്താൻ അവർക്ക് പ്രാപ്തിയില്ല. അതിനുള്ള ചങ്കൂറ്റമില്ല. ആ ചങ്കൂറ്റമാണ് ഇറാൻ കാണിച്ചിരിക്കുന്നത്. അമേരിക്കയുടെയും ചൈനയുടെയും പിന്തുണ കൂടാതെ ഇറാൻ തങ്ങളുടേതായ രീതിയിൽ പ്രതിരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രതിരോധ കവചങ്ങളെ മറികടന്നുകൊണ്ട് ഇസ്രായേൽ ഇന്ന് നടത്തിയ ആക്രമണം, അമേരിക്കയുടെ സഹായത്തോടെ സംയുക്തമായി നടത്തിയ ആക്രമണം, ആ ആക്രമണത്തിന് തിരിച്ചടി ഇറാൻ നൽകിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ പതിച്ചു.
ബഹ്റൈനിലെ 5ാം നാവികപ്പട തകർന്ന് തരിപ്പണമായി. അവിടെ സ്ഫോടനങ്ങളുടെ ശബ്ദമാണ് എങ്ങും.